ഷാവുദ്ദീനിക്ക എന്തുകൊണ്ട് അറിയോ? എന്നാ തരം കൂടെ വെച്ചേത്താ സാധനങ്ങളൊക്കെ കേട്ടോ. നമസ്കാരം, നൗഷറാണേ. ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കം മൈനാപ്പള്ളി മുക്കത്തുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുറച്ച് ദിവസം മുമ്പ് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതാണ്ട് ഷിഹാബുദ്ദീൻ എന്ന് പറഞ്ഞ ഇക്കാടെ ഒരു അവസ്ഥ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. കണ്ടപ്പോൾ വലിയൊരു വിഷമം തോന്നി. 4 ഭാഗത്തും ഷീറ്റ് വെച്ച് മറച്ച ഒരു വീട്. കാര്യം ഷിഹാബുക്കാണ് ഇതാണ്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്നത്. ആയിക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 2 കാലിന് സ്വാധീനക്കുറവാണ്, നടക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലുള്ള ഇക്കാണ് കേട്ടോ ഷിഹാബുക്ക. ഭാര്യ ഇത്താടെ പേരെന്താ? നസീമ താടെ 1 കാലിന് സ്വാധീനക്കുറവാണ്. അപ്പം 2 മക്കളാണ് ഇവർക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഇക്കായ ഈ ഷിഹാബുക്കായ നിങ്ങൾ എല്ലാവരും ഇത് കൈപിടിക്കുക. അപ്പോൾ ഷിഹാബുക്കാടെ 2 കാലിനും സ്വാധീനമില്ലാത്ത ഒരു മനുഷ്യനാണ്. കാര്യം ആരെങ്കിലും ഒരാളുടെ ഒരാളൊന്ന് പിടിച്ച് ഇണയിപ്പിച്ചുകൊണ്ട് പോകാതെ ഇക്കാക്ക് എണീറ്റ് പോകാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളൊരു മനുഷ്യനാണ്. ഇക്കാടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇക്കാക്ക് ഒരു അടച്ചുറപ്പുള്ളൊരു വീട്. കാര്യം വീടിൻ്റെ അവസ്ഥയും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാര്യം ഷിഹാബുക്ക പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടുന്നു 4 ലക്ഷം രൂപ ഉണ്ട്. അത് വെച്ച് വരുമ്പോൾ 6.5 ലക്ഷം രൂപ ആകും. 2.5 ലക്ഷം രൂപ അങ്ങനെങ്കിലും സഹായ ആളുകളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു. അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ലാതെ എന്നെ കൊണ്ട് ജോലി ചെയ്യിക്കാനോ മറ്റൊന്നിനും ആവതില്ലാത്തവന് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അപേക്ഷിക്കാനും എനിക്ക് കൊത്തുള്ളൂ. അല്ല എന്നെ കൊണ്ടൊരു നിർവാഹമില്ല. അള്ളാഹുവിനെ ഓർത്ത് ഞങ്ങളെ സഹായിക്കണം എന്ന് പറയാം. ഷിഹാബുക്കാടെ വർത്തമാനം കേൾക്കുമ്പോൾ ശരിക്കും എനിക്കും പറയാൻ വാക്കുകളില്ല. കാര്യം എന്താ പറയണമെന്നറിയാൻ വയ്യ. നിങ്ങളെല്ലാ ആൾക്കാരും ഈ കാര്യം ഒന്ന് സഹായിക്കണം. കാര്യം അത്രയ്ക്ക് വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ വന്ന് കണ്ടിട്ട് ശരിക്കും നമ്മളൊക്കെ ശരിക്കും പടച്ചവൻ്റെ ഭാഗത്തേക്ക് നമുക്കൊക്കെ എത്രത്തോളം അനുഗ്രഹങ്ങളുണ്ടെന്ന് നമ്മൾ ആലോചിച്ച് വേണം കേട്ടോ. ഈ കായ പോലുള്ളവർ സഹായിച്ചാൽ ശരിക്കും നിങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ വലിയ ആൾക്കാരാവും. കാര്യം അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സഹായിക്കാൻ ഈ തൊട്ടടുത്തുള്ള ജനങ്ങളൊക്കെ അവരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇക്കാക്ക് ഒന്നും അങ്ങോട്ട് ആകുന്നില്ല. ഇക്കാടെ അവർ വീടെന്നുള്ളൊരു സ്വപ്നം ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പം ഈ ഒരു കൊട്ടിലാണ് അവർ കിടക്കുന്നത്. കാര്യം അവരുടെ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും വല്ലാത്തൊരു വിഷമം തോന്നി കേട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആ ഒരു ഷിഹാബുക്കാട് വീടിൻ്റെ അകത്താണ് കേട്ടോ. കാര്യം ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം ഒരു ഷീറ്റ് വെച്ചടിച്ച ഒരു ചെറിയൊരു വീട്. ഈ ഒരു ഭാഗത്താണ് അവർ കിടക്കുന്നതൊക്കെ. നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ചെറിയൊരു ഇതാണ് അടുക്കള. പറയാതിരിക്കും വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം നമ്മുടെ ഈ ഷിഹാബുക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അത് അത്രത്തോളം വല്ലാത്തൊരു വിഷമസ്ഥിതിയാണ് കേട്ടോ ഇക്കാടെ. ഈ കാണുന്ന അവരുടെ ബാത്റൂമാണ്. കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മറച്ച ഒരു ബാത്റൂം ബാത്റൂം എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ആ ഒരു അവസ്ഥയാണ്. കണ്ടില്ല കുറച്ച് ഷീറ്റ്, നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റില്ലേ, കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് മാത്രം ഇങ്ങനെ റൗണ്ടിന് ചുറ്റി വെച്ചിട്ട് അവർ ആ ഒരു ബാത്റൂമാണ് യൂസ് ചെയ്യുന്നത്. അതാണ്ട് ഇതാണ് സർക്കാർ അനുവദിച്ചുള്ള ഒരു 4 സെൻറ്റ് വസ്തുവിൽ ചെറിയൊരു ഫൗണ്ടേഷനും കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ വീട് വെക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാ ആൾക്കാരും അവരെ ഒന്ന് സഹായിക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചെയ്യുക. നിങ്ങളെല്ലാവരും ഞങ്ങളെ കൈവിടരുത്, ഞങ്ങളെ സഹായിക്കണം. 2 പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ വയ്യാത്തവർ ഞങ്ങൾ ഈ കൊട്ടിലിനകത്ത് കിടക്കുക. ഞങ്ങൾക്ക് തോനെയൊന്നും വേണ്ട, ഒരു കൊച്ചു വീടിനുള്ളൊരു സഹായം ചെയ്തു തന്നാൽ ഞാൻ കടച്ചുറപ്പുള്ളൊരു മുറിക്കകത്ത് കിടക്കണമെന്ന് ആഗ്രഹമുണ്ട് മരിക്കുന്നതിന് മുമ്പ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹവും കൂടെ അത് സാധിച്ചു തരണം നിങ്ങളെല്ലാവരും. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടും നിങ്ങൾക്ക്. ഞങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പോലും പറ്റത്തില്ല. ഞങ്ങൾ കൈ നീട്ടി ജീവിക്കുന്ന 2 പേരും വയ്യാത്തവരാ. കുറച്ച് കാശിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. കാര്യം അവരെ കൊണ്ട് മറ്റ് നിവൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് മറ്റെവിടെയെങ്കിലും പോയി ജോലി ചെയ്യാനുള്ള ഒരു വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ട വീട്ടുകാരാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുന്ന എല്ലാ ആൾക്കാരും അവരെ സഹായിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഞാനും ഈ ഒരു വീഡിയോ കാര്യം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായം ഞാൻ ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ അവരെ കൈവിടരുത്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 10 രൂപയാണെങ്കിലും നിങ്ങൾ അവരെ അക്കൗണ്ടിലോട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവരെ നമുക്ക് കൈപിടിക്കാം. കാര്യം എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരും നമ്മളൊക്കെ വളരെ കുറച്ച് കാലം മാത്രമേ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. മറ്റൊന്നും പറയാനില്ല.